ഹൈ ഫിലിപ്പൈൻസ് ഡി സി അരുൺ മാതേശ്വരൻ്റെ ഡയറക്ഷനിൽ അനിരുദ്ധ് മ്യൂസിക്കിൽ നമ്മുടെ LCUവിൻ്റെ മുതലാളി ലോകേഷ് കനകരാജിൻ്റെ ലീഡ് റോളിൽ വന്ന ഒരു പടമാണ് DC. അപ്പോൾ വളരെ ഹൈപ്പ് ഉള്ളൊരു പടമാണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് ഇറങ്ങിയിട്ടും ഗംഭീര ഹൈപ്പാണ് പടത്തിന്. സോഷ്യൽ മീഡിയയിലായാലും അതർ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ ആയാലും ഗംഭീര ഹൈപ്പുണ്ട് പടത്തിന്. അപ്പോൾ ആ ഒരു ഹൈപ്പിലാണ് നമ്മളും പടം കാണാൻ പോയത്. അപ്പോൾ ആദ്യമേ തന്നെ പറയേണ്ട ഒരു കേസ് അനിരുദ്ധ്. പടം ഫ്രം ദ ബിഗിനിങ് ടു എൻഡ് പുള്ളിയാണ് കൊണ്ടുപോയത്. ഓരോ എലിവേഷൻ സീൻസും അനിരുദ്ധാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. പിന്നെ എസ്പെഷ്യലി അരുൺ മാതേശ്വരൻ്റെ മേക്കിംഗ് ആൻഡ് എന്താ പറയുക ഒരു ഡയറക്ഷൻ കിഡുമായിട്ടുണ്ട്. അരുൺ മാതേശ്വരൻ്റെ ഡയറക്ഷനിൽ അനിരുദ്ധിൻ്റെ മ്യൂസിക് ചേരുമ്പോൾ എന്തുണ്ടാവോ അത് കൃത്യമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വൺ ഓഫ് ദ ബെസ്റ്റ് തിയേറ്ററിൽ എക്സ്പീരിയൻസ്. സ്റ്റോറി ഞാൻ പറയാം, സ്റ്റോറിയൊക്കെ വളരെ ഒരു സാധാ ഒരു സ്റ്റോറിയാണ്. അതിൻ്റെ മേക്കിങ്ങിലാണ് കാര്യം. മേക്കിങ് എന്താ പറയുക, നമ്മുടെ ഒരു സീൻ എങ്ങനെ എലിവേറ്റ് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഗൂസ് പംപ്സ് വേണ്ടടുത്ത് ഗൂസ് പംപ്സ്, ഇമോഷണൽ ആക്കേണ്ടത് ഇമോഷണൽ, പിന്നെ എൻഗേജിങ് ആക്കേണ്ടടുത്ത് എൻഗേജിങ്. ഇതൊക്കെ ഒരു ഡയറക്ടർ പ്ലസ് മ്യൂസിക് ഡയറക്ടർ ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവും അതൊക്കെ കിടുവായിരുന്നു. അതിൻ്റെ സിനിമാറ്റോഗ്രാഫിയും സൂപ്പറായിരുന്നു. അപ്പം പിന്നെ എടുത്തു പറയേണ്ടത് ലോകേഷ് ആൻഡ് വാമിക. ഇവർ രണ്ടുപേരും പെർഫോമൻസിൽ അടിപൊളിയായിരുന്നു. ബാക്കി കുറച്ച് വേറെ ആൾക്കാരുണ്ട്, നമ്മളുടെ വളരെ പരിചിതമായിട്ടുള്ള തമിഴ് സിനിമയിൽ നമുക്ക് പരിചയമുള്ള ആൾക്കാരാണ്. അവരും ഗംഭീരമായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. വളരെ ലിമിറ്റഡ് റിസോഴ്സ് ക്യാരക്ടേഴ്സേ ഉള്ളൂ, പക്ഷെ അതൊക്കെ ഗംഭീരമായിട്ടുണ്ട്. വളരെ ആയിട്ടുള്ളൊരു ഗാങ്സ്റ്റർ മൂവി എന്ന് പറയാം. നമുക്ക് ഒരു പോലീസ് പ്ലസ് ഗാങ്സ്റ്റർ ചേസ് ആ ഒരു ടൈപ്പ് പടങ്ങൾ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഒരു കൂട്ടത്തിലേക്ക് നമുക്ക് ചേർക്കാൻ പറ്റിയൊരു നല്ലൊരു പടമാണ് DC. പറയാനുള്ളതിന് കൊടുത്ത ഹൈപ്പ് ഭയങ്കര വലിയ സംഭവമാണ് അതൊന്നുമല്ല. പക്ഷെ നിങ്ങൾ തിയേറ്ററിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയുക ഒരു നിരാശരാകേണ്ടി വരില്ല. കഥയൊക്കെ നമുക്ക് ഏകദേശം ഒരു നോർമൽ കഥയാണെങ്കിലും അതിൻ്റെ മേക്കിംഗ് ആ ഒരു മ്യൂസിക് എല്ലാം കൂടി ചേരുമ്പോൾ ഇതൊരു നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. കഥ ഇടയ്ക്കൊക്കെ നമുക്കൊരു ലാഗൊക്കെ ഫീൽ ചെയ്യുന്നെങ്കിലും പിന്നെ ക്ലൈമാക്സിലൊക്കെ എത്തുമ്പോൾ വളരെ എൻഗേജിങ് ആണ്. കുറച്ചും കൂടി ഒരു ഇമോഷണലി ഒക്കെ ആയിട്ട് അത് വരും. ഇമോഷണലി ആ ഒരു ഗാങ്സ്റ്റർ പടത്തിൽ ഒക്കെ വരുന്ന പോലെ ലാസ്റ്റ് ഒരു ഫാമിലി ഇമോഷണലൊക്കെ വന്ന് കൊണ്ട് നിർത്തുന്നുണ്ട് അവർ. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു DC. കൊടുത്ത ഹൈപ്പിനുള്ളൊരു ഗംഭീര സംഭവം എന്നല്ല, നമ്മൾ കൊടുത്ത കാശിന് നമുക്കൊരു മുതലാണ്, അത്രേ ഉള്ളൂ. ഓക്കെ.